ഹലോ, നമസ്കാരം. എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ഇന്ന് പൂക്കൂടയിൽ നിങ്ങൾക്കായി വിടരുന്നത് ചെണ്ടുമല്ലിപ്പൂക്കളാണ്. ചെണ്ടുമല്ലി എന്നും ബന്ദിപ്പൂവെന്നും ഒക്കെ അറിയപ്പെടുന്ന മാരിഗോൾഡ്. ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചാണ് ചെണ്ടുമല്ലിപ്പൂവ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം മടക്കി വെച്ചിരിക്കുന്ന ഒരു ഷീറ്റ് ക്രേപ്പ് പേപ്പറിൽ നിന്ന് 2 ഇഞ്ച് വലിപ്പത്തിൽ 3 പീസ് കട്ട് ചെയ്തെടുത്തു. അതിൽ നിന്ന് ആദ്യത്തെ ഒരു പീസ് എടുത്ത് ഇതുപോലെ ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കാം. ഓരോ പെറ്റൽസും പരസ്പരം ഒട്ടാതെ നിവർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചുരുട്ടുന്നത്. ഇനി രണ്ടാമത്തെ പീസ് എടുത്ത് കുറച്ചുകൂടി വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വലുതും ചെറുതുമായി 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി മൂന്നാമത്തേത് നമുക്ക് അഗ്രഭാഗം ചെറുതായി ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മൊത്തമായും ഷേപ്പ് ചെയ്തെടുത്ത ശേഷം ആ ഓരോ റൗണ്ടിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോ റൗണ്ടുകളും പെറ്റൽസായി കട്ട് ചെയ്തെടുക്കും. ഇനി ഒരു നൂൽക്കമ്പിയിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ചെറിയ പെറ്റൽസ് അല്പം ഫെവിക്കോൾ ഉപയോഗിച്ച് ചുറ്റിയെടുക്കാം. ഇതുപോലെ അല്പം ഫെവിക്കോൾ വെച്ച ശേഷം ടൈറ്റായി ആ കമ്പിയിലേക്ക് ഈ ക്രേപ്പ് പേപ്പർ ചുറ്റിക്കൊടുക്കാം. ഒരേ ഹൈറ്റിലായിരിക്കണം ചുറ്റിക്കൊടുക്കേണ്ടത്. നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റിക്കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അല്പം ഫെവിക്കോൾ കൂടി ഉപയോഗിക്കാം. പൂവിൻ്റെ ഉള്ളിലെ ഏറ്റവും ചെറിയ പെറ്റൽസ് ഉള്ള ഭാഗമാണിത്. അത് മുഴുവനും ചുറ്റിയെടുത്ത ശേഷം കട്ടിയുള്ള നൂലുപയോഗിച്ച് നന്നായി കെട്ടിക്കൊടുക്കാം. അപ്പോഴാണ് പൂവിന് ഷേപ്പ് വരിക. ഇങ്ങനെ കെട്ടി ഷേപ്പ് ചെയ്ത ശേഷം ആ നൂല് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അധികമായി നിൽക്കുന്ന നാരുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം.
ഇനി പൂവിൻ്റെ ചുവടിന് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി രണ്ടാമത്തെ അളവിൽ കട്ട് ചെയ്ത് വെച്ച ഷീറ്റ് ഇതേ ഹൈറ്റിൽ തന്നെ നമുക്ക് ചുറ്റി കൊടുക്കാം. രണ്ടാമത്തെ പീസ് ചുറ്റുമ്പോൾ ഇതുപോലെ ഫെവിക്കോൾ പുരട്ടിയ ശേഷം പ്ലീറ്റ്സ് ഇട്ട് വേണം ചുറ്റി കൊടുക്കാൻ. നേരത്തെ ചുറ്റിയതിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും ഒട്ടിച്ച ശേഷം ഇതുപോലെ നൂലുകൊണ്ട് നന്നായി ടൈറ്റാക്കി ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെയും ചുവട് ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള പൂവ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായ അത്രയും ക്രേപ്പ് പേപ്പർ ചുറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ പീസും നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. നേരത്തെ ചുറ്റിയതിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ട് തന്നെ ചുറ്റി കൊടുക്കണം. ഇതും ചുറ്റിക്കഴിഞ്ഞ ശേഷം നൂലുകൊണ്ട് കെട്ടി നല്ല ഷേപ്പാക്കി എടുക്കാം. നന്നായി കെട്ടി ഉറപ്പിച്ചതിന് ശേഷം ചുവട് കട്ട് ചെയ്ത് കളഞ്ഞ് ഷേപ്പാക്കി എടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചെറുതായി കാലിക്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് പൂവിൻ്റെ ചോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പൂവാണ് ചെണ്ടുമല്ലി. ഇനി പൂവിൻ്റെ ഈ തണ്ടിന് അല്പം കൂടി കട്ടി കൂട്ടുന്നതിന് വേണ്ടി കുറച്ച് വേസ്റ്റ് ക്രേപ്പ് പേപ്പർ എടുത്ത് 1-2 ലെയറായി ഇതുപോലെ ചുറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഗ്രീൻ ക്രേപ്പ് പേപ്പർ ചുറ്റി കൊടുക്കാം. എന്തായി, സെറ്റല്ലേ ചെണ്ടുമല്ലി? അങ്ങനെ മനോഹരമായ മാരിഗോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.